ഡോക്ടർ മോഹൻ വർഗീസ്, ഇപ്പോൾ കേജ്രിവാൾ ഇന്നലെ പുറത്തിറങ്ങിയ ശേഷം നടത്തിയ പ്രതികരണങ്ങൾ, ഇന്ന് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ കാര്യങ്ങൾ എങ്ങനെയാണ് ഇതിനെ വിലയിരുത്തേണ്ടത്? തന്റെ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയരുത്, താനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയരുത് എന്ന് കൃത്യമായി കോടതിയുടെ നിർദ്ദേശമുണ്ട്. പക്ഷേ മോദിയെ നേരിട്ട് ആക്രമിക്കുകയാണ്, BJPക്ക് അകത്തെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങൾ. ഇത് എന്ത് തരത്തിലുള്ള പ്രതിഫലനമാണ് ഉണ്ടാക്കുക? കേജ്രിവാളിനെ സംബന്ധിച്ചിടത്തോളം ഒരു അജണ്ട സെറ്റ് ചെയ്യാനും അതനുസരിച്ച് മുന്നോട്ട് പോകാനുമുള്ള അനിതര സാധാരണമായ പാഠവം മുൻപും കണ്ടിട്ടുള്ളതാണ്. തികച്ചും അപ്രതീക്ഷിതമായിട്ടാണ് മോദിയെ നേരിട്ട് ആക്രമിക്കുന്ന ഒരു കേജ്രിവാളിനെ ഇപ്പോൾ കാണുന്നു. ഇതിനു മുമ്പൊക്കെ കോൺഗ്രസ് പാർട്ടിയുടെയും ഇന്ത്യ മുന്നണിയുടെയും പല നേതാക്കളും വളരെ മയമായ സ്വരത്തിൽ പറഞ്ഞിരുന്ന ഒരു കാര്യമാണ് BJPക്ക് ഉള്ളിൽ ഒരുപക്ഷെ ആഭ്യന്തര കലഹമുണ്ടാവും എന്ന്. പക്ഷെ അത് ഉറക്കെ പറയാൻ ആരും മുതിർന്നില്ല എന്നതാണ് വാസ്തവം. പക്ഷെ ഇതാ ജയിൽ മോചിതനായ ശ്രീ അരവിന്ദ് കെജ്രിവാൾ അത് ഉറക്കെ പറഞ്ഞിരിക്കുന്നു. ഒരു രണ്ടാം നിര നേതൃത്വത്തെ വളർത്തിയെടുക്കാൻ മോദി വിസമ്മതിച്ചു. മോദി ഒരു ഏകനായി തെരഞ്ഞെടുപ്പിൻ്റെ ഏക വിഷയം നരേന്ദ്രമോദിയായി മാറിയിരിക്കുന്നു. രണ്ടാം നിര നേതൃത്വത്തിലേക്ക് കൊണ്ടുവരുന്നു എന്ന് നമ്മൾ വിചാരിക്കുന്ന അമിത്ഷാ ആയിക്കൊള്ളട്ടെ, യോഗി ആദിത്യനാഥ് ആയിക്കൊള്ളട്ടെ, മുൻപ് സുഷമ സ്വരാജ് ആയിക്കൊള്ളട്ടെ, രാജ്നാഥ് സിംഗ് ആയിക്കൊള്ളട്ടെ, ഇവരെ ആരെയും മോദി വിശ്വാസത്തിലെടുക്കുന്നില്ല എന്നൊരു പ്രഖ്യാപനമാണ് അരവിന്ദ് കെജ്രിവാളിന്റെ ഭാഗത്തു നിന്ന് വരുന്നത്. അത് മാത്രമല്ല, ഈ നേതാക്കൾ തമ്മിൽ ഒരു പടലപ്പിണക്കം ഉണ്ടാക്കാൻ, പരസ്പരം ആശയക്കുഴപ്പം ഉണ്ടാക്കാൻ തക്ക വിത്ത് വിതയ്ക്കുകയും ചെയ്തിരിക്കുന്നു ശ്രീ അരവിന്ദ് കെജ്രിവാൾ ഇന്നത്തെ തൻ്റെ മാസ് അഡ്രസ്സിലൂടെ. അതായത് UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് 2 മാസത്തിനുള്ളിൽ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി പദം വിട്ടൊഴിയേണ്ടി വരും, അല്ലെങ്കിൽ തൻ്റെ മുൻഗാമികളായ മുരളി മനോഹർ ജോഷിയെയും അതുപോലെ LK അദ്വാനിയെയും സുഷമ സ്വരാജിനെയും ഒക്കെ ഒതുക്കിയതുപോലെ യോഗി ആദിത്യനാഥിൻ്റെയും വഴി പുറത്തേക്കായിരിക്കും. രാജ്നാഥ് സിംഗിനെ ഡിഫൻസ് മിനിസ്റ്ററായിട്ട് അവരോധിച്ചു എങ്കിലും കാര്യമായൊരു പൊസിഷനിലേക്ക് കൊണ്ടുവന്നില്ലല്ലോ. മധ്യപ്രദേശ് മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ ഒരുപക്ഷെ പ്രധാനമന്ത്രി പദത്തിലെത്തും എന്ന് വരെ പലരും കരുതിയിരുന്നു. ഇവരെയെല്ലാം ഒതുക്കിയതുപോലെ മോദി ഇവരെല്ലാം ഒതുക്കിയതിന് ശേഷം തനിക്ക് 75 വയസ്സാകുന്ന ദിവസം അധികാരം അമിത്ഷായിലേക്ക് കൊണ്ടുവരും. അപ്പോൾ പിന്നെ എങ്ങനെയാണ് മോദിയുടെ ഗ്യാരണ്ടികൾ അമിത്ഷായ്ക്ക് എങ്ങനെയാണ് പൂർത്തീകരിക്കാൻ കഴിയുക? ഇങ്ങനെ ഒരു റെറ്ററിക്കൽ ചോദ്യമാണ് ഈ അരവിന്ദ് കെജ്രിവാൾ പൊതുസമൂഹത്തോടാണ് ചോദിക്കുന്നത്. ആദ്യമായിട്ടാണ് BJPക്കകത്ത് ആരെയൊക്കെയാണ് അസ്വസ്ഥമാക്കുക? പ്രകടമായി അസ്വസ്ഥമാക്കാൻ കേജ്രിവാൾ ഉദ്ദേശിച്ചത് യോഗി ആദിത്യനാഥിനെ തന്നെയാണ്. നമുക്കറിയാം, ഉത്തർപ്രദേശിലാണ് 80 സീറ്റുകളുള്ളത്. 80 സീറ്റുകളിൽ ഭാരതീയ ജനതാ പാർട്ടി പ്രതീക്ഷിക്കുന്നത് 75 സീറ്റുകളോളമാണ് പ്രതീക്ഷിക്കുന്നത്. ഇവിടെ ഇന്ത്യ മുന്നണിയിൽ സമാജ്വാദി പാർട്ടിയും കോൺഗ്രസും തമ്മിൽ വലിയ തർക്കങ്ങളില്ലാതെ തന്നെ സീറ്റ് വിഭജനം പൂർത്തിയായി. 62 സീറ്റിൽ സമാജ്വാദി പാർട്ടിയും 17 സീറ്റിൽ കോൺഗ്രസും 1 സീറ്റിൽ തൃണമൂൽ കോൺഗ്രസും UPയിൽ മത്സരിക്കുന്നു. അത് മാത്രമല്ല, ഒന്നാം തരം കാസ്റ്റ് എഞ്ചിനീയറിംഗിലൂടെ ഒരു മുസ്ലിം യാദവ് കോമ്പിനേഷന് ഉപരിയായി കേവലം 4 മുസ്ലിം സ്ഥാനാർത്ഥികളെ സമാജ്വാദി പാർട്ടി നിർത്തിയിട്ടുള്ളൂ. അതുപോലെ 5 യാദവ സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുള്ളൂ സമാജ്വാദി പാർട്ടി. അപ്പം നോൺ മുസ്ലിം, നോൺ യാദവ് OBCകളെ ഫീൽഡ് ചെയ്തുകൊണ്ട്, വലിയ നമ്പർ ദളിത് കാൻഡിഡേറ്റ്സിനെ ഫീൽഡ് ചെയ്തുകൊണ്ട് സമാജ്വാദി പാർട്ടി കോൺഗ്രസ് സഖ്യം രംഗം കൊഴിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ്. ആ സോഷ്യൽ എഞ്ചിനീയറിംഗിന് ബദലായി BJPക്ക് പറയാനുള്ളത് രാമക്ഷേത്രത്തിൻ്റെ ഒരു പ്രഭാവമാണ്, പിന്നെ യോഗിയുടെ തന്നെ വികസന രാഷ്ട്രീയവും. ഇവിടെ BJP ഏതെങ്കിലും കാരണവശാൽ യോഗിയുടെ കൂടെ കെയർ ഓഫിൽ 75 സീറ്റുകൾ നേടിയാൽ ഈ പറയുന്ന നമ്പേഴ്സിലേക്ക് അതിശക്തമായി മോദിയെ എത്തിക്കാൻ എന്തിന് യോഗി അത്രയും മെനക്കെടണം? അത്രയും ചെയ്താലും യോഗിയുടെ വഴി പുറത്തോട്ടാണ് എന്ന ആശയക്കുഴപ്പം യോഗി ആദിത്യനാഥ് എന്ന BJP മുഖ്യമന്ത്രിയുടെ മനസ്സിൽ വിതയ്ക്കാൻ ബോധപൂർവമായ ഒരു ശ്രമമാണ് അരവിന്ദ് കെജ്രിവാൾ നടത്തിയിരിക്കുന്നത്. UPയിൽ ആകപ്പാടെ കാര്യങ്ങൾ കുഴഞ്ഞു കഴിഞ്ഞാൽ മറ്റ് സംസ്ഥാനങ്ങൾ പൊളിച്ചെടുക്കാൻ എളുപ്പമാണ് എന്ന അരവിന്ദ് കെജ്രിവാളിൻ്റെ ഫോർമുലയാണ് ഇവിടെ കാണുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് ഉത്തർപ്രദേശിലെയാണ് ഇപ്പോൾ ടാർഗറ്റ് ചെയ്തിരിക്കുന്നത്. ഡൽഹി രാഷ്ട്രീയത്തിൽ നിന്നും ഉത്തർപ്രദേശിലേക്ക് കൂടി ഒരുപക്ഷെ ആം ആദ്മി പാർട്ടി ശ്രദ്ധ കേന്ദ്രീകരിക്കും. അത് മാത്രമല്ല, ഓർക്കുക, അരവിന്ദ് കെജ്രിവാൾ എപ്പോഴും ഒരു പോരാളി ഇമേജ് ജനങ്ങൾക്ക് നൽകുന്ന ഒരാളാണ്. 2014 ശ്രീ നരേന്ദ്ര ദാമോദർ ദാസ് മോദി വാരാണസിയിൽ ആദ്യമായി മത്സരിക്കാനെത്തിയപ്പോൾ അദ്ദേഹത്തിനെതിരെ തോൽക്കുമെന്ന് അറിഞ്ഞിട്ട് തന്നെ സ്ഥാനാർത്ഥിത്വം കൊടുത്തയാളാണ് അരവിന്ദ് കെജ്രിവാൾ.
ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.